പാഠം 128. ഒരു റവന്യൂ മന്ത്രവാദം. രാവിലെ തുടങ്ങിയിട്ടുണ്ടല്ലോ ബഹളം. ഈ മനുഷ്യനെ കുട്ടിയെ തോറ്റു. ഈ മേശപ്പുറത്ത് നിന്ന് ഡയറി എന്ത് ചെയ്തു? ഞാനെടുത്ത് തിന്നു. ആ, അതാണ് കാണാത്തത്. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. ഇതെവിടെ കൊണ്ടുപോകും? മോനിട്ട് എന്താ വേണ്ടത്? പറഞ്ഞില്ലേ എന്റെ ഡയറി എവിടെ? അതിന് ബഹളം വെച്ചിട്ടെന്താ കാര്യം? സാവകാശം നോക്കിയേ കിട്ടും. അത് നോക്കിയിരിക്കാനുള്ള നേരം എനിക്കില്ല. 10 മണിക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ ഓഫീസിലേക്ക് വരും. കനാൽ പ്രോജക്ടിന്റെ അക്വിസിഷന്റെ നോട്ട്സ് കൊടുക്കാനാ. ആ ഡയറിയിലാണ് ഞാനത് എഴുതിച്ചിരിക്കുന്നത്. ഇത്ര ഉണ്ടായിരുന്നുള്ളോ കാര്യം? മോഹനയുടെ ബഹളം കണ്ടപ്പോ ഞാൻ വിചാരിച്ച പ്രധാനമന്ത്രി വരുന്നെന്ന്. പ്രധാനമന്ത്രി ആയിരുന്നാലും കുഴപ്പമില്ലായിരുന്നു. എടി, ഡെപ്യൂട്ടി തഹസിൽദാര് കൃത്യം ഇന്ന് തന്നെ വരുന്നതിന്റെ കാര്യം എന്താണ്? എനിക്കറിഞ്ഞൂടാ. എന്താ? കാഞ്ചന പറഞ്ഞിട്ട് ഞാൻ അവളെ ചീത്ത വിളിച്ചെന്നും അവളുടെ ഭർത്താവിനോട് അവളെ പറ്റിയുള്ള കഥകൾ പറഞ്ഞിട്ടുണ്ടെന്നും അവൾ പൊഴുപ്പും തൊങ്ങലൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഡെപ്യൂട്ടി തഹസിൽദാരും അവളും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞെന്ന് ഉറപ്പായിട്ട് അവൾ പറഞ്ഞിട്ടുണ്ടാവും. പ്രഹ്ലാദൻ ഇന്നലെ മോഹനേട്ടനെ തല്ലികാര്യം പറഞ്ഞിട്ടുണ്ടാവില്ലേ? അപ്പൊ പ്രശ്നം തീർന്നല്ലോ. അങ്ങനെ തീരില്ല. അമ്മക്കാണെങ്കിൽ പണ്ടേ എന്നെ കണ്ടുകൂടാ. ഹലോ, ഇതല്ലേ ഡയറി? ഇതെടുത്ത് ബാഗിലിട്ടിട്ടാണ് പിന്നെ കിടന്ന് നിലവിളിച്ചത്. ഇതിനകത്ത് ഇങ്ങനെ ഒരു അറിവുണ്ടായിരുന്നു. ഇവിടെ തരൂട്ടോ ഞാൻ ഓർക്കണം. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. എങ്ങനെയെങ്കിലും ആ കാട്ടുമാക്കാൻ രാജേന്ദ്ര സ്ഥാനം ഒതുക്കില്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. കൊള്ളാവുന്ന ആരെങ്കിലും കണി കാണണേ ഈശ്വര. കണ്ടോ ഏതാ നിന്നെയോ? പുറത്തേക്ക് ഇറങ്ങുമ്പോ നിന്നെ അങ്ങനെ കണ്ട ആ ദിവസം പോവും. ഈശ്വര, നല്ലൊരു കണി കാണിക്കും. നല്ല കണി ഇനി വേറെ കാണും. ഈശ്വര, നല്ല ശകുനം. അമ്മേ ദേവി. ഇന്നിപ്പോ കാഞ്ചന നല്ല രാജേന്ദ്രൻ അലിച്ചായി മോഹനേശ്വരത്ത് കളിച്ച വിവരം അറിയും. നമസ്കാരം സന്യാസിനി. വന്ദനം. വന്ദനം. ഞാൻ ഗാന്ധാരി ദേവി. 7 വർഷമായി ഞാൻ ഹിമാലയത്തിലായിരുന്നു. കഠിനമായ തപസ്. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു ഉൾവിളിയുണ്ടായി. എന്തുള്ളി? സ്വന്തം ജന്മനാട്ടിലേക്ക് മടങ്ങിച്ചെന്ന് നാട്ടിലുള്ള അറിവില്ലാത്ത പൈതങ്ങൾക്ക് അവരുടെ ഭാവിയെയും ഭൂതത്തെയും പറഞ്ഞു കൊടുക്കണമെന്ന്. അങ്ങനെ ഒരു യാത്രയിലാണ് നാം ഇപ്പോ. എനിക്ക് മകനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്താണാവോ? മകൻ വില്ലേജ് ഓഫീസറാണല്ലേ? ഇതാരും മോനടാ പിരിവിനിറങ്ങിയതാ? എന്താ? മകന്റെ ഭാര്യയാണല്ലേ? നീ ഒന്നേ. എന്താ? ഇപ്പൊ വരാം. അതാരാണെന്ന് നീ കരുതത്? ആരാ? എനിക്ക് മനസ്സിലായില്ല. ഇതാ നിനക്ക് ബുദ്ധിയില്ലെന്ന് പറയുന്നത്. ഓ, ചെറുപ്പത്തിൽ ഒളിച്ചോടിപ്പോയ മോഹനേട്ടന്റെ ചെറിയമയാ? നിന്റെ അല്ലല്ലേ? അവർ ഭയങ്കര ശക്തിയുള്ള മന്ത്രവാദിനിയാ. ഒരാളുടെ മുഖത്ത് നോക്കി ഒറ്റയടിക്ക് എല്ലാം പറഞ്ഞളയും. എന്നെ കണ്ടപാടെ ചോദിക്കുക, മകൻ വില്ലേജ് ഓഫീസറാണല്ലേ? അതിന് വലിയ മാന്ത്രിക ശക്തിയൊന്നും വേണ്ട. മോഹനകൃഷ്ണൻ വില്ലേജ് ഓഫീസർ എന്ന് അവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കല്ലേ. പക്ഷേ നിന്നെ കണ്ടപ്പോ എന്റെ ഭാര്യയാണ് ചോദിച്ചത്. അതെങ്ങനെ മനസ്സിലായി? ഒരു വീട്ടിൽ കയറി വന്ന് അവിടുത്തെ ഗൃഹനാഥനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മോഹനേട്ടാന്ന് വിളിച്ച് അയാളുടെ തൊട്ടടുത്ത് പ്രായമുള്ളൊരു സ്ത്രീ ഇറങ്ങി വന്നാൽ അത് അയാളുടെ ഭാര്യയാണെന്ന് മനസ്സിലാക്കാൻ എന്താ പാട്? പോരാത്തതിന് എന്റെ നെറ്റിയിൽ ഈ ഐഡന്റിഫിക്കേഷൻ മാർക്കും. വേണ്ട ഭമേ, വിവരമില്ലാത്ത തർക്കം വേണ്ട. വാ അമ്മേ, വാ വാ. സ്വാമിനി, ഞങ്ങൾ മറ്റു ചില കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. സന്യാസിനി ഭയങ്കര ശക്തിയുള്ള സന്യാസിനാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ല. എനിക്കുണ്ട്. ക്ഷോഭിക്കാതിരിക്കും മകനെ. രാവിലെ കുറച്ച് ഗൗരവമുള്ള ഒരു ഔദ്യോഗിക ജോലിക്കിറങ്ങുകയായിരുന്നു മകൻ. ഇന്ന് ഒരു മേലുദ്യോഗസ്ഥൻ മകനെ കാണാൻ വരുന്നുണ്ട് അല്ലേ?
മകന്റെ ജോലി സ്ഥലത്തുള്ള ഏതോ ഒരു പെണ്ണുമായി മകൻ ഒരു തർക്കമുണ്ട്. ആ തർക്കത്തിന്റെ ഭാഗമായി മകൻ ആ പെണ്ണിന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഒരു തല്ലും വാങ്ങി. അതെങ്ങനെ അറിഞ്ഞു? മുഖത്ത് കാണാനുണ്ട്. തല്ലുണ്ട്, പാടുണ്ടി പറയാത്ത നീ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള അടയാളമല്ല, പിന്നെ എനിക്ക് മാത്രം ദിവ്യദൃഷ്ടിയിൽ കാണാൻ പറ്റുന്ന അടയാളം. സോമനി ഇപ്പൊ വരാം. നീങ്ങ വന്നേ, വാ വാ. ഇപ്പൊ എങ്ങനെ പ്രഹ്ലാദൻ എന്നെ തല്ലിയ വിവരം പോലും അവർ അറിഞ്ഞിരിക്കുന്നു. അവർ ചില്ലറ കക്ഷിയല്ല. മോഹനേട്ട, ഇതൊരു പറ്റിപ്പാണ്. മിക്കവാറും മോഹനേട്ടനെ തന്നെ പ്രഹ്ലാദൻ തന്നെ പറഞ്ഞു വിട്ടതായിരിക്കും അവരെ. എന്തിന്? എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഇതിലെന്തോ പ്രശ്നമുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടുന്ന നല്ലത്. അവരെ കണ്ടലറിഞ്ഞോടൊരു തട്ടിപ്പുകാരിയെന്ന്. പിന്നല്ലേ? പക്ഷേ ഒരു പക്ഷേയില്ല. ഞാൻ പറഞ്ഞോളാം അവരോട്. വാ. വന്നു കയറിയ ദേവതയാണ്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അതെ, നിങ്ങളുടെ ഭാവിയെ പറ്റി എല്ലാം പറയാം. ദക്ഷിണ തന്നാ മതി. വേണ്ട, ഞങ്ങളുടെ ഭാവി ഞങ്ങൾ തീരുമാനിച്ചോളാം. വേണമെങ്കിൽ 5-10 തന്നേക്കാം. അതുകൊണ്ട് സ്ഥലം വിടാൻ നോക്ക്. 5-10 രൂപയോ? മോഹനേട്ട ഇവരോട് പോവാൻ പറയൂ, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. പൊയ്ക്കോളൂ. ഞങ്ങൾക്കൊന്നും വിശ്വാസമില്ല അല്ലേ? സ്ഥലം വിട്. അത് പിന്നെ എന്നെ പിണക്കി അയക്കുകയാണോ? നിങ്ങൾ പോവാൻ നോക്ക്. മോഹനേട്ടാ പൊയ്ക്കോളൂ. ഇല്ലെങ്കിൽ ഭാമ പോലീസിനെ വിളിക്കും. വലിയ വക്കീല. കഷ്ടം. വീട്ടിൽ ഭാഗ്യം വന്ന് കേറുമ്പോ പുറംകാലി കൊണ്ട് തട്ടുന്ന നിന്റെയൊക്കെ ഒരു വിധി. അയ്യോ, ഈശ്വര ശപിക്കുമെന്തോ. സ്വാമി ശപിക്കുമെന്തോ. സ്വാമി ഭാമേ. എന്നാലും അവർക്ക് പറയാനുള്ളതൊന്ന് കേൾക്കാമായിരുന്നു. പറയുമ്പോ വലിയ വില്ലേജ് ഓഫീസറാണ്. കെമിസ്ട്രിയിൽ 1ാം ക്ലാസ്സിൽ ഡിഗ്രി ഉണ്ട്. പക്ഷെ അന്ധവിശ്വാസത്തിന്റെ കാര്യത്തിൽ എന്റെ അമ്മോ, ഇവിടെ ഒന്ന് ചുറ്റിത്തിരിയാൻ ഓഫീസിൽ പോവാൻ നോക്ക്. ഡെപ്യൂട്ടി തഹസിൽദാര് വരും. ഒരുപാട് ദൂരം പോയിട്ടുണ്ടാവില്ല. എങ്ങോട്ടാ പോയത്? അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? ഇങ്ങോട്ട് തന്നെ ആയിരിക്കും. നോക്കൂ ആക്കര സഹോദര, ഇതുവഴി ഒരു സ്ത്രീ പോയോ? ഒരുപാട് സ്ത്രീകൾ അങ്ങോട്ട് പോയി. അതല്ല, കാണാൻ സന്യാസിനെ പോലൊരു സ്ത്രീ. ഓ, അവര് ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ സർ. ഓ, ദാ ആ വളവിൽ വെച്ച് അവര് എന്റെ മൂത്തൊക്കെ ഒരൊറ്റ പറച്ചില്ല. മകൻ എന്തോ അപകടം വരാൻ പോകുന്നു. ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്ക് തള്ളേന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ദാ അടക്കുന്ന സൈക്കിളും കൊണ്ട്. അങ്ങനെ ഇരിക്കും സന്യാസിനോട് കളിച്ച. എടാ, നീയൊക്കെ അനുഭവിച്ചാലേ പഠിക്കും. ഇങ്ങനെ ഒരു തീ എന്റെ വീട്ടിലുണ്ട്. അവളും പഠിക്കാതിരിക്കുന്നേ ഉള്ളൂ. പറയാ ഭവതി ഒന്ന് നിൽക്കൂ. എന്നെ മനസ്സിലായില്ലേ? ഞാൻ മോഹനേശൻ, വില്ലേജ് ഓഫീസർ. കുറച്ചു മുമ്പ് ഭവതി എന്റെ വീട്ടിൽ വന്നിരുന്നു എന്ന് മാത്രമല്ല, മകൻ എന്നെ തല്ലിയിറക്കുകയും ചെയ്തു. ഭവതി ക്ഷമിക്കണം. ഞാൻ മകനെ എന്നാണ് വിളിച്ചത്. അപ്പൊ മകൻ എന്നെ തിരിച്ച് അമ്മയെന്ന് വിളിക്കുന്നതല്ലേ മാന്യത? അമ്മ ക്ഷമിക്കണം. എന്റെ ഭാര്യ വലിയ അഹങ്കാരി. അതെനിക്ക് തോന്നി. അവൾക്ക് ഇത്തരം സന്യാസിമാരൊന്നും വിശ്വാസമില്ല. അതുകൊണ്ടാണ് വീട്ടിൽ വെച്ച് എനിക്ക് അങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നത്. മകന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി മകനൊരു പെങ്കോന്തനാണെന്ന്. ഭാര്യയെ പേടിച്ചിങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് ആത്മഹത്യ ചെയ്യുന്നതല്ലേ? അല്ല, അങ്ങനെ പേടിയൊന്നുമില്ല. പിന്നെ ഈ കുടുംബത്തിന്റെ സമാധാനം പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. അമ്മ സംസാരിച്ചു തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് അപാരമായ പാണ്ഡിത്യമുണ്ടെന്ന്. ഇല്ലെങ്കിൽ ഇന്നലെ അവധിയായിട്ടും ഞാൻ ആഫീസിൽ പോയതും കാഞ്ചനയുടെ ഭർത്താവ് എന്നെ തല്ലിയതൊക്കെ എങ്ങനെ അറിയാനും? അതെ, നാം എല്ലാം അറിയുന്നു. ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന കൂട്ടത്തിൽ മകനെ തല്ലി കിട്ടിയതും നാം അറിഞ്ഞു.
തഹസിൽദാര് ഇന്ന് തന്നെ വരുന്നതിന്റെ കാര്യം മോഹന കൃഷ്ണൻ വില്ലേജ് ഓഫീസർ. കാഞ്ചന പറഞ്ഞിട്ട് ഞാൻ അവളെ ചീത്ത വിളിച്ചെന്നും അവളുടെ ഭർത്താവിനോട് അവളെ പറ്റിയുള്ള കഥകൾ പറഞ്ഞിട്ടുണ്ടെന്നും അവൾ പൊടുപ്പും തൊങ്ങലൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഡെപ്യൂട്ടി തഹസിൽദാരും അവളും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞെന്ന് ഉറപ്പായിട്ട് അവൾ പറഞ്ഞിട്ടുണ്ടാവും. അമ്മേ, എന്താ ആലോചിക്കുന്നേ? അല്ല, ദൈവം എത്ര വലിയവനാണ് എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അറിയേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ എനിക്ക് വെളിപ്പെടുത്തി തരുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം ഒന്ന് കാര്യമായിട്ടെടുക്കണം. ആഫീസിൽ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ ആകെ മനപ്രയാസത്തിലാണ്. അതിനെന്തെങ്കിലും ഒരു പ്രതിവിധിയുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കേണ്ടി വരും. അനുസരിക്കാം. ഉറപ്പാണല്ലോ? ഉറപ്പ്. ദക്ഷിണ എടുക്കും. എത്രയാണാവോ കാക്ഷിക്കുന്നത്? തരൂ. ശരി, പാലുകാരനോടുക്കുള്ള പൈസ 100 രൂപയ്ക്ക് ചില്ലറ ഉണ്ടാ? അയ്യേ, മകൻ എന്നെ ആക്ഷേപിക്കുകയാണോ? 500 രൂപയിൽ കുറഞ്ഞൊരു ദക്ഷിണ നോം സ്വീകരിക്കാറില്ല. 500 രൂപയോ? ഇല്ലെങ്കിൽ പൊയ്ക്കോളൂ. അയ്യോ, അല്ല, അങ്ങനെയല്ല. ആകെ 500 രൂപ ഉണ്ടായിരുന്നല്ലോ പാലുകാരനോടുക്കുള്ളത്. അതങ്ങ് തന്നേക്കാം. എങ്ങനെങ്കിലും ഡെപ്യൂട്ടി തഹസിൽദാരും കാഞ്ചനും ഒതുക്കി തന്നാൽ മതി. എണ്ണി നോക്കിയോളൂ. 500 ഇനി നേരെ വീട്ടിലേക്ക് പോയിക്കോളൂ. അയ്യോ, അത് പറ്റില്ല. ഡെപ്യൂട്ടി തഹസിൽദാർ 10 മണിക്ക് ഓഫീസിൽ വരും. മകൻ ഈശ്വര സന്നിധിയിലാണ്. ഈ ഈശ്വരനേക്കാൾ വലിയ ആളാണോ ഈ ഡെപ്യൂട്ടി തഹസിൽദാര്? പക്ഷേ ഓഫീസിൽ പോയേ പറ്റുമേ. പോകരുതും. പോവില്ല. ഇന്നത്തെ ദിവസം മകന്റെ ഭാവി മാറ്റി മറിച്ചെഴുതുന്ന ദിവസമാണ്. നേരെ വീട്ടിലേക്ക് മടങ്ങുക. പോകുന്ന വഴിക്കോ വീട്ടിൽ ചെന്നോ ആരോടും ഒന്നും സംസാരിക്കരുത്. വീട്ടിൽ ചെല്ലുന്ന പാടെ ഒരു കാല് മറ്റേ കാലിന്റെ മുട്ടിൽ ചവിട്ടി കൈകൾ മുകളിലേക്ക് കൂപ്പി നിൽക്കുക. യോഗയിൽ ഇതിന് വൃക്ഷാസനം എന്ന് പറയും. വൃക്ഷാസനം? ഇവിടെ വെച്ച് വേണ്ട. ഇവിടെ വെച്ച് ചെയ്യാൻ പാടില്ല. വീട്ടിൽ ചെന്നിട്ട് മാത്രം. അങ്ങനെ തുടർച്ചയായിട്ട് ഒരു 3 മണിക്കൂർ നിൽക്കണം. അതോടെ മകന്റെ ജാതകത്തിലെ സകല ദോഷങ്ങളും മാറി രാജയോഗത്തിന് യോഗമുണ്ടാകും. പിന്നെ വെച്ചടി കയറ്റമായിരിക്കും. ജില്ലാ കളക്ടർ ആകുക എന്നുള്ളത് മകന്റെ വലിയൊരാഗ്രഹമല്ലേ? അതെങ്ങനെ അമ്മ അറിഞ്ഞു? മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഈ കളക്ടറായത് തന്നെടാ മണ്ട ശിരോമണി. അമ്മ പറഞ്ഞതിലൊക്കെ ചെയ്യാം. പക്ഷെ ഓഫീസിൽ പോയി ഡെപ്യൂട്ടി തഹസിൽദാർ വരുന്നവരെ അവിടെ ഇരുന്നിട്ട് അദ്ദേഹം പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ചെയ്താൽ പോരെ? ഈ 3 മണിക്കൂർ മിണ്ടാതിങ്ങനെ ഒറ്റക്കാല് കൈകൂപ്പിരുന്നാ പോരെ? അത് ഉച്ച കഴിഞ്ഞായാലെന്താ? നീ എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കുകയാണോ മകനെ? അങ്ങനെയല്ല. ഫലം വേണമെങ്കിൽ ഈ നിമിഷം നീ വ്രതം തുടങ്ങണം. ഇങ്ങോട്ട് നോക്കൂ. ഈ ചരട് നിന്റെ നെറ്റിയിൽ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച വ്രതം ആരംഭിക്കുകയായി. വ്രതമെങ്ങാനും തെറ്റി ആരോടെങ്കിലും മിണ്ടിയ ഭ്രാന്ത് വരും. പിന്നെ എന്നെ കുറ്റം പറയരുത്. എന്തു പറയുന്നു? മന്ത്രം ചൊല്ലട്ടെ. പക്ഷേ ഡെപ്യൂട്ടി തഹസിൽദാർ ആ രാജേന്ദ്രനല്ലേ? അവനെ ദൈവം കൈകാര്യം ചെയ്തോളും. ഡെപ്യൂട്ടി തഹസിൽദാരുടെ പേരെങ്ങനെ അറിയാം? എനിക്കെല്ലാം അറിയാം. ഇനിയൊക്കെ വരുന്നിടത്ത് കാണാം. മന്ത്രം ചൊല്ലിക്കോളൂ. തുടങ്ങാം. പിന്നെ മിണ്ടാൻ പാടില്ല. മിണ്ടില്ല.